ഹലോ ഗായ്സ്, ടോണോസുള്ള പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചാമ്പക്ക വൈൻ ഉണ്ടാക്കാൻ പോവാണ്. അപ്പം ഞങ്ങളുടെ പറമ്പിൽ തന്നെ ചാമ്പക്ക മരത്തിന് ഇപ്രാവശ്യം കുറേ ചാമ്പക്ക ഉണ്ടായി. അപ്പോൾ അത് വെച്ച് ഞങ്ങൾ ഒരു കുഞ്ഞ് വൈൻ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ വ്ളോഗായിരിക്കും ഇന്ന്. എല്ലാവർക്കും വീഡിയോയിലേക്ക് ഇപ്പം വെള്ളത്തിൽ നിന്ന് എടുത്ത പ്ലെയർ ഇങ്ങനെ ഓടി പുറത്തേക്ക് കിടക്കും. പിന്നെ എന്തെങ്കിലും ഇതൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായ ചാമ്പക്കയാണ്. നമുക്കിവിടെ 2 തൊഴിലാളികൾ കിട്ടിയിട്ടുണ്ട്. ഒന്നെൻ്റെ അപ്പനും ഒന്നെൻ്റെ അമ്മയും. ഇവർ രണ്ടാളും കൂടെ ചാമ്പക്ക നന്നാക്കിക്കൊണ്ടിരിക്കണേ. നമ്മൾ ചാമ്പക്ക നന്നായി കഴുകി അത് വെള്ളം പോകാൻ വേണ്ടിയിട്ട് പഴയൊരു തുണിയിൽ ഇട്ട് വെച്ചേക്കാണ്. നമ്മൾ നന്നായി കഴുകി ഇത് നന്നാക്കിയിട്ടാണ് ഇടുന്നത്. അല്ലെങ്കിൽ ഇത് വെജിറ്റേറിയൻ എന്നുള്ളത് മാറി നോൺ വെജൊക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളതിൽ പുഴുവൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളയാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോ സൈഡ് ഒരു പാർട്ട് ടൈം വർക്കർ കിട്ടിയിട്ടുണ്ട്. മേക്കപ്പ് കിട്ടി വന്നിരിക്കണ് ആശാന്ത്. അത്രയ്ക്ക് വേണ്ടായിരുന്നു. നമ്മുടെ ചാമ്പക്കയുടെ മെയിൻ ഷെഫ് എന്ന് പറയുന്നത് അപ്പനാണ്. ഇതിന്റെ പ്രോസസ്സ് നമുക്കിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോണേ. നമ്മൾ എന്തൊക്കെയാണ് അപ്പൊ ചാമ്പക്ക അതിന്റെ പ്രോസസ്സ് എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം? ചാമ്പക്ക നല്ലോണം ശോധന നിറത്തിൽ പഴുത്ത് വന്നത് പൊട്ടിച്ചെടുക്കുക. എന്നിട്ടത് നല്ലോണം കഴുകി വൃത്തിയാക്കി അതിൽ പുഴുക്കളൊക്കെ ഉണ്ടോന്ന് നോക്കി തുടച്ചെടുത്ത് വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഭരണിയിലേക്ക് നല്ലോണം ഭരണിയിലേക്ക് നമ്മളിത് പഞ്ചസാരയും ചാമ്പക്കയും ലെയറായിട്ട് ഇടും. ഓക്കെ, പഞ്ചസാര അപ്പം നന്നായി ചുവന്ന ചാമ്പക്ക പറിക്കുക, എന്നിട്ട് കഴുകി വൃത്തിയാക്കുക. എന്നിട്ട് നമ്മളത് വെള്ളമൊക്കെ തുടച്ച് ഡ്രൈ ആക്കി, അതുപോലെ തന്നെ ഡ്രൈ ആയിട്ടുള്ള ഒരു ഭരണി കണ്ടുപിടിച്ച് അതിൽ ചാമ്പക്കയും പഞ്ചസാരയും ലെയറായിട്ട് ഇട്ട് വയ്ക്കാം. അപ്പം അതാണ് നമ്മുടെ പ്രോസസ്സ്. പിന്നെ ഇതിന് എത്ര ദിവസം വേണം ഭരണിയിൽ കിടക്കണം? 28 ദിവസം മതി. മിനിമം 28 ദിവസം വേണം. ഏറ്റവും കൂടുതലാവുന്നവരും നല്ലതാണ്. ഒരു മാസം 2 മാസമൊക്കെ ആവും. അതിന് കൂടുതലായി ചിലപ്പോൾ നാശമാവും. 28 ദിവസം മതി കൂടുതൽ. മാക്സിമം 2 മാസം വരെ ഭരണിയിൽ വെക്കാം. അപ്പോൾ കൂടുതൽ ഇരിക്കും തോറും ടേസ്റ്റ് കൂടും. ടേസ്റ്റ് കൂടും. മിനിമം 28 ദിവസം ആണ് അതിന്റെ കണക്ക്. എന്താണ് പറയാനുള്ളത്? പിന്നെ ചാമ്പക്കയെ കുറിച്ച് നമ്മൾ ഇതിനു മുന്നേ ഏതൊക്കെ തരം വൈനുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ? മുതിരിങ്ങയുടെ വൈന്, പിന്നെ ചാമ്പക്കയുടെ വൈന്, പിന്നെന്തോട്ട് വൈന്, ബീട്രൂട്ടിന്റെ വൈന്, പൈനാപ്പിളിന്റെ വൈന്, പിന്നെന്തൊക്കെ ഉണ്ടാക്കിണ്ട് നമ്മള്? ഇതില് വിജയിക്കാതെ പോയിക്കണത് ഏതൊക്കെയാ? ഒരുവിധം അല്ലാതെ വിജയിച്ചിട്ടുണ്ട്. ചില സന്ദർഭങ്ങളിൽ ചിലപ്പോ പൈനാപ്പിൾ വൈനൊക്കെ ചിലപ്പോ ചുർക്ക പോലെയൊക്കെ ആയിട്ടുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെ. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ചാമ്പക്കയ്ക്ക് വേണ്ട പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മള് ചാമ്പക്ക വൈൻ ഉണ്ടാക്കാൻ എത്രത്തോളം പഞ്ചസാരയാണ്, അങ്ങനെ എന്തെങ്കിലും കണക്കുണ്ടോ? ഒരു 4 കിലോ ചാമ്പക്കായുണ്ട്. ഓക്കെ, 2 കിലോ ചാമ്പക്കയ്ക്ക് 1.5 കിലോ പഞ്ചസാര. അതാണ് ആവറേജ് നമ്മുടെ ഒരു കണക്ക്. പിന്നെ മധുരം കൂടുതൽ വേണ്ടവർക്ക് കൂടുതലിടാം. മധുരം വേണ്ടവർക്ക് ഇതായതിനു ശേഷം തരി കൂടുതലിട്ട് കഴിക്കാം. ഓക്കെ, വൈനായതിനു ശേഷം. ഓക്കെ, പിന്നെന്തിട്ട് ഞാൻ ചോദിക്കാൻ വന്നത്, അപ്പൊ നമുക്കിത് പുളിക്കണല്ലോ, വൈനാവണമെങ്കിൽ ഇത് ഫെർമെന്റേഷൻ നടക്കണല്ലോ. അതിന് നമ്മൾ ഈസ്റ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങൾ ആഡ് ചെയ്യണം? വേണം. ഈസ്റ്റ് വേണം, പിന്നെ കറുവപ്പട്ട ഇടണം, പിന്നെ കറിയാമ്പൂ ഇടണം, പിന്നെ ഗോതമ്പ്. അതൊന്നും വേണ്ട. ഇതിന് പഞ്ചസാരയും കറുവാപ്പട്ടി മേലക്കായി മാത്രം ചാമ്പക്കായ്ക്ക്. ചാമ്പക്കായ ഓൾറെഡി ഇത്തിരി അസിഡിറ്റി പോലുള്ളതായ കാരണം പെട്ടെന്ന് ഫെർമെന്റേഷൻ നടക്കും ചാമ്പക്കായ എന്നാണ് പറയണേ. അപ്പൊ നമുക്ക് ഈസ്റ്റ് അങ്ങനത്തെ സാധനങ്ങളൊന്നും വേണ്ട ചാമ്പക്കയ്ക്ക്.
ജസ്റ്റ് എന്തിനൊക്കെ വേണ്ടേ? പഞ്ചസാരയും കറുവാപ്പട്ടയും ബാക്കിയുള്ള വൈനോൾക്ക് ഈ അമ്മാവന്റെ സാധനങ്ങളൊക്കെ വേണം. മുന്തിരി വൈനൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ വേണ്ടി വരും. ഈസ്റ്റ്, സൂചി, ഗോതമ്പ്. കുട്ടിക്ക് നാളെ പ്രാക്ടിക്കൽ എക്സാം ഉണ്ട്, അതിന് കുട്ടി പഠിക്കണം. അടുത്ത ചോദ്യം എന്നുള്ളത് ലെയർ തിരിച്ചിട്ടാണ് നമ്മൾ ചാമ്പക്ക ഇടാന്ന് പറഞ്ഞു. അപ്പോൾ ഏറ്റവും അടിയിലത്തെ ലെയറിൽ എന്താണ് ഇടണ്ടേ, അല്ലെങ്കിൽ ഏറ്റവും മുകളിലത്തെ ലെയറിൽ എന്താണ് വരണ്ടേ, അങ്ങനെ വല്ലതൊക്കെ ഉണ്ടോ? സംഭവം ഏറ്റവും ഫസ്റ്റ് ലെയർ ചാമ്പക്ക ഇടണം. പിന്നെ പിന്നെ ഈ ഏലക്കായ, കറുവപ്പട്ട, പിന്നെ അങ്ങനത്തെ സാധനങ്ങൾ ആഡ് ചെയ്യണമെങ്കിൽ ഇടണം. അത് കഴിഞ്ഞിട്ട് വീണ്ടും ചാമ്പക്കായ, പിന്നെ ഏറ്റവും മുകളില് പഞ്ചസാര ഇടണം. അപ്പൊ ഭരണിയുടെ ഏറ്റവും അടിയിൽ ചാമ്പക്കായും ഏറ്റവും മുകളിൽ നമ്മൾ അടയ്ക്കുന്ന സ്ഥലത്ത് പഞ്ചസാര ഉണ്ടാവും. ഓക്കെ, നമ്മള് ചാമ്പക്ക മുഴുവൻ കഴുകി നന്നാക്കൽ കഴിഞ്ഞു. ഇനി നമ്മളിത് ഉണക്കണ പരിപാടിയാണ്. ഇങ്ങനെ തിരുമ്പി നമ്മൾ ഉണക്കുക. നമ്മുടെ ഭരണി അവിടെ ഓൾറെഡി സെറ്റാണ്. ഇതൊരു 6 ലിറ്ററിന്റെ ഭരണിയാണ്. 6 ലിറ്റർ ഉണ്ടാവോ ഭരണി? ഓക്കെ, ഇതൊക്കെ നമ്മൾ ഇവിടെ ഉണ്ടായിരുന്ന പണ്ടത്തെ ഭരണികളാണ്. ഇപ്പൊ ഒരു അനുമാനം വന്നേക്കണെന്ന് പറഞ്ഞാൽ ഇതിൽ കൊള്ളുവോ, ഇത്രയും ചാമ്പക്ക നമ്മുടെ 6 ലിറ്ററിന്റെ ഭരണിയിൽ കൊള്ളുവോ കൊള്ളിയില്ലേ എന്നുള്ളൊരു ചിന്തയിലാണ് ഇപ്പൊ നിക്കണേ. അപ്പൊ അമ്മതേ ഭരണിയൊക്കെ കഴുകി തുടച്ച് ഡ്രൈ ആക്കിയിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ ലെയർ എന്ത് വേണം? ആദ്യത്തെ ലെയർ ചാമ്പക്കായ ഇടണം. ഓക്കെ, വീട്ടിൽ ഇന്നില്ല എന്നിട്ട് കൊണ്ടു വെച്ചിക്കണേ പഞ്ചസാരയാണോ? ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് ഇത്രയും ചാമ്പക്കയ്ക്ക് ആവശ്യം വരുന്ന. ആകെ കറുവാപ്പട്ടയും ഗ്രാമ്പു, ഏലക്ക, ആകെ ഇത്ര വേണ്ടോ നമുക്ക്, അല്ലാണ്ട് എല്ലാ ലെയറിലും ഇട്ട് നിറയ്ക്കൊന്നും വേണ്ട. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയർ ചാമ്പക്ക ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഇടാൻ പോവാണ് കേട്ടോ. ഓക്കെ, ഷെഫ് ഡോമിയാണ് ഇപ്പോൾ ആ പ്രക്രിയ ചെയ്തത്. ഓക്കെ, ഇനി അടുത്ത ലെയർ നമ്മൾ ചെയ്യാൻ പോകുന്നത് പഞ്ചസാര ഇടണം. അടുത്ത ലെയർ നമ്മൾ പഞ്ചസാര ആ സൈഡിൽ. ഓക്കെ, ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ 3 ലെയറായിട്ട് നമ്മൾ ഇട്ടു കേട്ടോ. ആദ്യത്തെ ലെയർ ചാമ്പക്ക ഇട്ടു, രണ്ടാമത് നമ്മുടെ സ്പൈസസ് ഇട്ടു, അതിന് ശേഷം നമ്മൾ പഞ്ചസാര ഇട്ടു. അടുത്ത ലെയർ വീണ്ടും ചാമ്പക്ക ഇടാൻ പോവാണ്. അപ്പോൾ ഇങ്ങനെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക, അറ്റം വരെ എത്തണം. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് ലെയറാണ്. ലാസ്റ്റ് ലെയർ നമ്മൾ പഞ്ചസാര ഇട്ടിട്ടാണ് നമ്മൾ അവസാനിപ്പിക്കണേ. ഫുള്ള് ടൈറ്റായി എല്ലാ ലെയറിലും വിളിച്ചു പഞ്ചസാര. അത് ഇനി വേറെ നമുക്ക് എന്താ ഇൻസെക്ട്സ് ഒന്നും വരാണ്ടിരിക്കാൻ നമ്മൾ കുറേ നാൾ അടച്ചു വയ്ക്കണമല്ലോ. അപ്പോൾ അതിന് മുകളിൽ ജസ്റ്റ് ഒന്ന് നമ്മുടെ സ്പൈസസ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെക്കണം. ഇങ്ങനെ വെച്ചില്ലെങ്കിൽ സീനാണ്. അപ്പോൾ ഭരണി നിറയ്ക്കുന്ന പരിപാടി കഴിഞ്ഞു. നമ്മുടെ പരിപാടി കഴിഞ്ഞു. നമ്മൾ ഭരണി അടയ്ക്കാൻ പോവാണ്. 6 ലിറ്ററിന്റെ ഭരണി നമ്മൾ സാധനമൊക്കെ വെച്ച് അടച്ചിട്ട് നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ സാധനം വെച്ച് കെട്ടി കഴിയുമ്പോൾ ചിലപ്പോൾ എയർ ടൈറ്റ് ആയിട്ട് അത് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തുണി വെച്ചിട്ടാണ് നമ്മൾ അത് അടയ്ക്കാൻ പോകണം, കെട്ടി വെക്കാൻ പോകുന്നത്. 4 ദിവസം കഴിഞ്ഞാൽ ഒന്ന് ഇടയ്ക്ക്
മരക്കയിൽ തവി ഉപയോഗിച്ച് മരത്തിൻ്റെ തവി ഉപയോഗിച്ച് അതിനെ ഇളക്കുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പം 4 ദിവസം കഴിയുമ്പോൾ നമ്മൾ തുറന്ന് മരത്തിൻ്റെ തവി വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഭരണി തുണിക്ക് വെച്ച് കെട്ടിയിട്ട് ഈ 4 ദിവസം കഴിയുമ്പോൾ ഒരു മരക്കയിൽ വെച്ച് നമ്മൾ ഇളക്കി കൊടുക്കുക. ഓക്കെ, ഓക്കെ ഓക്കെ ആ കുരുവൊക്കെ കക്കിടോ മേനി ചെയ്യുന്നത് വേണ്ടതരാണ്. അത് നിർത്തി പറഞ്ഞ മനസ്സിലായില്ലേ? വീഡിയോ വിട്ടാ അട്ടുണ്ട്.